ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് നല്ല മുരുമുരാന്നുള്ള ഉള്ളിപ്പക്കോട എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒരു ഉള്ളിപ്പക്കോട തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പക്കോട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള നമുക്ക് ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ചതച്ചെടുത്തതാണ്. ഒരു 15 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് വേണം ചേർക്കാനായിട്ട്, അരിഞ്ഞ് ചേർക്കരുത്. ഇനി വേണ്ടത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ആ തോടോട് കൂടിയിട്ട് തന്നെ ഒരു 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ചേർക്കാം. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ചതച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, പെരുംജീരകം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 200 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടലമാവ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ആ ഒരു എണ്ണ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് ഇത്രയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചരിപ്പൊടി ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ അധികമായിട്ട് നല്ല ക്രിസ്പ്നെസ് നമുക്ക് കിട്ടുന്നത്. അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കരുത്. അരിപ്പൊടിയും ചേർത്ത് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട് കേട്ടോ. അതായത് ഒരുപാട് കുഴഞ്ഞു പോകരുത്, ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെള്ളം ചേർക്കുന്ന അളവാണ്. ഒട്ടും തന്നെ വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി നന്നായിട്ട് കുഴഞ്ഞ മട്ടിലാണുള്ളതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ക്രിസ്പിനെസ് നമ്മുടെ ഈ പക്കോടയ്ക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ മാവെല്ലാം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ആകെ ഒരു 5-6 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ആവശ്യമായി വന്നിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നമ്മുടെ മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം താമസിക്കേണ്ട, വേഗം തന്നെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം ഒന്ന് ടേസ്റ്റ് നോക്കിയേക്കണം. ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉപ്പ് ചേർത്തേക്കണം കേട്ടോ. ആദ്യം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രം നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാവിട്ട് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഒരുപാട് വലിയ പീസായി പോകരുത്. പിന്നീട് ഫ്ലെയിം എല്ലായ്പ്പോഴും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചിടാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേണം കേട്ടോ നമ്മളൊന്ന് മുരിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ മാവിലെ വെള്ളമെങ്ങാനും കൂടിപ്പോയാൽ നല്ലതുപോലെ ഹാർഡായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വെള്ളം എത്രത്തോളം കുറഞ്ഞ അളവിൽ ചേർത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ പക്കോട ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരല്പ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പക്കോട എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇത് മുരിഞ്ഞിട്ടുണ്ടാകാൻ പാടില്ല. എങ്കിൽ പിന്നെ ആ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ഹാർഡാകും. അതിൻ്റെ പേരിൽ ഒരു 3/4 അളവിൽ മാത്രമേ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടാകാൻ പാടുള്ളൂ. പെർഫെക്റ്റായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. അത് മുന്നേ തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റിൽ ഇതിന് മുകളിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അണിയൻ പക്കോടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.